തീവണ്ടി പാളം തെറ്റിയതിനെ തുടർന്ന് തകരാറിലായ അങ്കമാലി കറുകുറ്റി വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഇരു ട്രാക്കുകളും സർവീസിനായി തയ്യാറായി. നാളത്തോടെ സർവീസുകൾ പൂർണ്ണ രീതിയിലാകും. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് തീവണ്ടിയുടെ 12 ബോഗികൾ ഞായറാഴ്ച പുലർച്ചെയോടെ അങ്കമാലി കറുകുറ്റിയിൽ പാളം തെറ്റിയതായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. പാളം ഞെരിഞ്ഞമർന്ന് പൊട്ടിയതായിരുന്നു അപകട കാരണം. പാളത്തിൽ നിന്ന് തെന്നിമാറിയ ബോഗികൾ എതിർപ്പാളത്തിലേക്ക് ചെരിഞ്ഞെങ്കിലും വണ്ടി മറിയാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. താറുമാറായ ഗതാഗതം രാവിലെ 7:15ഓടെയാണ് പുനഃസ്ഥാപിച്ചത്. 2 പാളങ്ങളിലുമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ആദ്യം ഡീസൽ എഞ്ചിനും തുടർന്ന് വൈദ്യുതി എഞ്ചിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു. ഇരുപാളങ്ങളും സർവീസ് നടത്താൻ സജ്ജമാണെന്ന് ഉറപ്പായതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം ഏതാനും സർവീസുകൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എറണാകുളം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, ഗുരുവായൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്, പാലക്കാട് എറണാകുളം മെമു, എറണാകുളം നിലമ്പൂർ, ഷൊർണൂർ എറണാകുളം, ഗുരുവായൂർ പുനലൂർ എന്നിവയാണ് റദ്ദാക്കിയത്. സർവീസുകൾ നാളെയോടെ മാത്രമേ സാധാരണ നിലയിലാവുകയുള്ളൂ എന്ന് റെയിൽവേ അറിയിച്ചു. കറുകുറ്റി സ്റ്റേഷൻ മാസ്റ്റർ ബാബു വർഗീസ് സമയോചിതമായി ഇടപെട്ട് പാളം തെറ്റിയ തീവണ്ടിക്കെതിരെ വന്ന ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിന് കടന്നുപോകാൻ സിഗ്നൽ കൊടുക്കാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.